എന്നെ വിടൂ. മിണ്ടാതെ വന്നോ, അല്ലെങ്കിൽ ശരിയാക്കും ഞാൻ. സോയയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. എന്ത്? എപ്പോ? എങ്ങനെ? സോയ, അവളെ തനിച്ചു വിടാൻ പാടില്ലായിരുന്നു. എന്റെ സോയ, ഇനി എന്ത് ചെയ്യും ഞാൻ? ആലിയ, വിഷമിക്കാതെ. ആദി സോയയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് CCTV ക്യാമറ ഹാക്ക് ചെയ്യും. ഇത് എവിടെയാണ് നടന്നതെന്നും എങ്ങനെയാണ് നടന്നതെന്നും കണ്ടുപിടിക്കാൻ. ഇത് വളരെ വിചിത്രമായിരിക്കുന്നു. ഈ ഫൂട്ടേജിൽ എനിക്ക് സോയയെ കാണാം, പക്ഷെ ഇതിൽ അപ്രത്യക്ഷയാണ്. 2 CCTVയും തമ്മിലുള്ള ദൂരം ഏകദേശം 500 മീറ്ററാണ്. അതായത് കിഡ്നാപ്പേഴ്സിന് ഇത്രയും ദൂരം CCTV ഇല്ല എന്നുള്ള കാര്യം അറിയാമായിരുന്നു. എക്സാക്ട് ആ സ്ഥലത്ത് വെച്ചാണ് സോയയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നതും. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാം. അവിടെ നിന്ന് എന്തെങ്കിലും ക്ലൂ ലഭിക്കാതിരിക്കില്ല. ആലിയയും നിക്കോസിയും പെട്ടെന്ന് അവിടേക്ക് എത്തുന്നു. എന്നിട്ട് എന്തെങ്കിലും ക്ലൂ ലഭിക്കുമോ എന്ന് നോക്കുന്നു. അപ്പോൾ ആലിയയ്ക്ക് താഴെ നിന്ന് ഒരു ഐഡി കിട്ടുന്നു. മാം, ഇത് സോയയുടെ ഐഡിയാണ്. അവളിത് എറിഞ്ഞതാണ്. അതിനർത്ഥം ഉറപ്പായും ഈ ലൊക്കേഷനിൽ വെച്ചാണ് എന്റെ സോയയെ കിഡ്നാപ്പ് ചെയ്തത്. എന്റെ സോയ ഇപ്പോൾ എവിടെ ആയിരിക്കും? സോയ വളരെ ബ്രില്യൻ്റ് ആയ കുട്ടിയാണ്. അവൾ മറ്റൊരു ക്ലൂ കൂടി നൽകിയിട്ടുണ്ട്. നോക്കൂ, ആ റോഡിൽ ഇനിയും സൂചനകളുണ്ട്. വാവ് സോയ, ഐ ആം പ്രൗഡ് ഓഫ് യു. ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ആലിയ ചേച്ചിക്കും നിക്കോസി മാമിനും അത് സഹായകരമാകും. നോക്കൂ, ഇത് സോയയുടെ നോട്ട്ബുക്കാണ്. ഇതിന്റെ പേജും കീറിയിരിക്കുന്നു. ഇവൾ ഇത് മനഃപൂർവ്വം ചെയ്തതായിരിക്കും. സ്മാർട്ട് ഗേൾ. ആദി, വേഗം CCTV ചെക്ക് ചെയ്യുക. ഏത് കാറിൽ നിന്നാണ് ഇത് പുറത്തേക്ക് എറിഞ്ഞിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചു, സോയയെ കണ്ടുപിടിച്ചു. ആദി പെട്ടെന്ന് തന്നെ ജീപ്പിന്റെ ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുന്നു. ആദി, ആ ജീപ്പ് ട്രാക്ക് ചെയ്യുക, എവിടെയാണെന്ന്. ഞാൻ ജീപ്പ് കണ്ടുപിടിച്ചു. അതിന്റെ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. ലൊക്കേഷൻ ലഭിച്ചതും ആലിയയും നിക്കോസിയും അവിടേക്ക് എത്തുന്നു. പക്ഷേ അവിടെ ഒരുപോലെയുള്ള 3 ജീപ്പുകൾ ഉണ്ടായിരുന്നു. ആലിയയും നിക്കോസിയും 3 ജീപ്പുകളും പരിശോധിക്കുന്നു. ലോജിക്കൽ ആർമി, 3 ജീപ്പുകളുടെ ഉൾഭാഗവും കണ്ടിട്ട് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ സോയയെ കിഡ്നാപ്പ് ചെയ്തത് ഏത് ജീപ്പിലായിരിക്കുമെന്ന്? ചിന്തിക്കൂ. ഈ ജീപ്പിലേക്ക് സൂക്ഷിച്ചു നോക്കൂ. ഇതിനുള്ളിൽ സോയയുടെ ബാഗുണ്ട്. അതിനർത്ഥം ഈ ജീപ്പിലാണ് സോയയെ കിഡ്നാപ്പ് ചെയ്തത്. 2 പേരും അവിടെ എല്ലാം പരിശോധിക്കുന്നു. ലോജിക്കൽ ആർമി, സീൻ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാമോ സോയ എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടെത്തുവാൻ സഹായിക്കുന്ന എന്തെങ്കിലും ക്ലൂ ഉണ്ടോ എന്ന്? ചിന്തിക്കൂ. മാം, അത് നോക്കൂ, വെള്ളം കിടക്കുന്നത് കണ്ടോ? ഉറപ്പായും ഇത് സോയ നൽകിയ ക്ലൂ ആയിരിക്കും. 2 പേരും ക്ലൂ ഫോളോ ചെയ്ത് കാട്ടിനുള്ളിലേക്ക് കടക്കുന്നു. ഈ പെണ്ണെന്തോ പറയുന്നുണ്ടല്ലോ. വെള്ളം ചോദിക്കുകയാണ്. വെള്ളത്തുള്ളികൾ ഫോളോ ചെയ്ത് 2 പേരും ഒരു പഴയ വെയർഹൌസിന് മുന്നിലെത്തുന്നു. രണ്ടുപേരും അകത്തെത്തിയതും അവിടുത്തെ കാഴ്ച കണ്ട് ഞെട്ടിപ്പോകുന്നു. സോയയെ ഒരു കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്നു. അവളുടെ വായയും മൂടിയിട്ടുണ്ട്. സോയ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ഏയ്, എനിക്കൊരു കുഴപ്പവുമില്ല. അവർ എന്നെ ഇവിടെ കെട്ടിയിട്ടിട്ട് കടന്നു കളഞ്ഞു. എനിക്കറിയാമായിരുന്നു ആലിയ ചേച്ചി എന്നെ രക്ഷിക്കാൻ ഓടിയെത്തുമെന്ന്. ഓ നോ, ഇതൊരു തന്ത്രം മാത്രമാണ്. ശരിക്കും അവരുടെ പ്ലാൻ മറ്റെന്തോ ആണ്. അവരുടെ യഥാർത്ഥ മോട്ടീവ് എന്താണെന്ന് നമുക്ക് കണ്ടെത്തണം. ഞാൻ ഷിപ്പുകൾ ട്രാക്ക് ചെയ്തു കഴിഞ്ഞു. പക്ഷേ എല്ലാ ഷിപ്പുകളും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മടങ്ങുകയാണ്. അവർ സോയയെ കിഡ്നാപ്പ് ചെയ്തത് നമ്മളെ ഇവിടെ ബിസിയാക്കുവാനായിട്ടാണ്. എന്നിട്ടവർ രഹസ്യമായി ഷിപ്പുകളെല്ലാം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കടത്തി. എനിക്ക് ഫോട്ടോസ് ലഭിച്ചിട്ടുണ്ട്. ഞാനത് ഡിറ്റക്റ്റീവ് സൊസൈറ്റിയിലേക്ക് അയച്ചു. അതായത് സോയയുടെ കിഡ്നാപ്പിംഗ് ഒരു നാടകമായിരുന്നു. അവർ കരിമരുന്നുമായി കടന്നു കളഞ്ഞിരിക്കുന്നു. വീണ്ടും പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. ആ മാസ്കിന്റെ പിന്നിൽ ആരായിരുന്നു? അതിപ്പോഴും സസ്പെൻസ് ആണല്ലോ. സർ, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. കരിമരുന്ന് മുഴുവൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. ആദി, മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ കൂടി ലഭിക്കുമോ? ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇത് വെനം വെബിന്റെ ഷിപ്പുകളാണല്ലോ. ആൻഡേഴ്സൺ മുംബൈയിൽ കണ്ടതും ഇത്തരം ഷിപ്പായിരുന്നു. ഉറപ്പായും എന്തോ വലിയ പ്ലാനിംഗ് നടക്കുകയാണ്. പക്ഷേ ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ്?
അപ്പോൾ നമ്മുടെ പ്ലാൻ സക്സസ് ആയി. ഡിറ്റക്റ്റീവ് സൊസൈറ്റിയെ നമ്മൾ സമർത്ഥമായി പറ്റിച്ചിരിക്കുന്നു വിത്ത് ദാറ്റ് ലിറ്റിൽ ഡിസ്ട്രാക്ഷൻ. പക്ഷേ ഞാൻ കരുതി മെഹുലിന് എന്നെ മനസ്സിലാകുമെന്ന്. അവൻ വളരെ ബുദ്ധിമാനാണ്. പക്ഷേ ഇത്തവണ അവനെ നമ്മൾ പറ്റിച്ചു. നമ്മുടെ ലക്ഷ്യത്തിന് കുറുകെ ആരെങ്കിലും വന്നിരുന്നുവെങ്കിൽ ഞാൻ റെഡിയാക്കുമായിരുന്നു. പക്ഷേ എല്ലാം സ്മൂത്തായാണ് നടന്നത്. ഈ എക്സ്പ്ലോസീവ് എവിടെയാണ് ഡെലിവർ ചെയ്യേണ്ടത്? ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നു. എന്റെ സിഗ്നലിനായി വെയിറ്റ് ചെയ്യാം. ലൊക്കേഷനും സമയവും പെട്ടെന്ന് തന്നെ അയക്കാം. ഇപ്പോൾ നമ്മുടെ സീക്രട്ട് ഐലൻഡിലേക്ക് ഷിപ്പ് മാറ്റണം. ഓരോ താഴിനും ഓരോ താക്കോലുണ്ടാകും. ഓരോ ചോദ്യത്തിനും ഓരോ ഉത്തരവും. ലൂക്കയുടെ ഇല്യൂഷൻസ് പലപ്പോഴും തോന്നലായിരുന്നില്ല. അതവന് രക്ഷപ്പെടുവാനുള്ള പഴുതുകളായിരിക്കും. എല്ലായിടത്തും മൈനുകൾ ഉണ്ടായിരുന്നു. ലൂക്കായുടെ ഓരോ ചുവടിലും അപകടം പതിയിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഭയം എന്ന ലക്ഷറിക്ക് എന്നെ വിലയ്ക്ക് വാങ്ങുവാൻ കഴിയില്ല. സ്വാതന്ത്ര്യം അതാരും നൽകില്ല. അത് പിടിച്ചു വാങ്ങിയേ തീരും. സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നവർക്ക് അന്ത്യമില്ല. യുദ്ധക്കളത്തിന് മാത്രമാണ് മാറ്റമുണ്ടാകുന്നത്. നോക്കൂ ജീവൻ, നിന്റെ പുതിയ അപ്ഗ്രേഡ് നിന്നെ വീണ്ടും ബുദ്ധിമാനാക്കും. ഇനി കുറച്ചു ദിവസം കൂടി മാത്രം, പിന്നെ നീ പൂർണ്ണ ആരോഗ്യവാനാകും മോനെ. ഇതെന്തിനുള്ള ബട്ടണാണ്? നോക്കിയേക്കാം. വാവ്, ബിഗ് ഡാഡിയെ തോൽപ്പിക്കുവാനായി നിങ്ങൾ നല്ല ഫൈറ്റ് ആണല്ലോ ചെയ്തത്. ദാ നോക്കൂ, ഇവിടെ മാർക്കോ രക്ഷപ്പെട്ടു. ഒരു മിനിറ്റ് ആദി, അവിടെ ഒന്ന് പോസ്റ്റ് ചെയ്യ്. ചിന്തിക്കൂ ലോജിക്കൽ ആർമി, അവിടെ എന്ത് കണ്ടിട്ടാകും സയന്റിസ്റ്റ് ആദിയോട് പോസ്റ്റ് ചെയ്യുവാൻ പറഞ്ഞത്? ചിന്തിക്കൂ. ഇത് വെനം വെബിന്റെ ആളുകളാണല്ലോ. ഇവരെയാണ് ഞാൻ സൗത്ത് ആഫ്രിക്കയിലെ ഷിപ്പിൽ കണ്ടത്. കരിമരുന്ന് കടത്തിയ ഷിപ്പിൽ എന്തോ വലിയ പ്ലാൻ നടക്കുന്നു. മെഹുൽ സർ, മാർക്കോ രക്ഷപ്പെട്ട ഹെലികോപ്റ്റർ വെനം വെബിന്റേതാണ്. കൂടാതെ ഷിപ്പും അവരുടേതാണ്. എന്തോ വലിയ പ്ലാൻ ആണ് നടക്കുന്നത്. മാസ്ക് ധാരിയുമായി ഇതിന് കണക്ഷൻ ഉണ്ടാകുമോ? അതോ അത് മാർക്കോ തന്നെ ആയിരിക്കുമോ? എന്താവും ഇനി സംഭവിക്കുക? എന്ത് പ്ലാനാവും വെനം വെബ് നടത്തുന്നത്? ഇതിന്റെ എല്ലാം പിന്നിൽ മാർക്കോ ആയിരിക്കുമോ? എവിടെയാണ് ഡ്രാക്കോ നെക്സസ്? കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.